ശ്രീ മഹാഭാരതത്തിൽ ഗോഗ്രഹണ പർവം ആണ്. വിരാടപർവത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഗോഹരണ പർവം. പാണ്ഡവന്മാരെ വെളിച്ചത്ത് കൊണ്ടുവരാൻ വേണ്ടി ദുര്യോധനൻ സ്വീകരിച്ച ഒരു നയമാണ് വിരാടരാജാവിൻ്റെ ഗോക്കളെ അപഹരിക്കുക. അപ്പോൾ ചെറുത്ത് നിൽക്കാൻ പാണ്ഡവന്മാർ വരും, അപ്പോൾ അവരെ തിരിച്ചറിഞ്ഞ് കാട്ടിലേക്ക് പറഞ്ഞേക്കാം എന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഗോക്കളെ അപഹരിച്ചു. അതിനെ പാണ്ഡവന്മാർ നേരിട്ടു. ഒരു ഭാഗത്ത് പാണ്ഡവന്മാർ നേരിട്ടു, മറുഭാഗത്ത് വലിയ കൗരവ സൈന്യത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഉത്തരനും ബൃഹന്തളയും വന്നു. ആ ബൃഹന്തള അർജുനനാണ് എന്ന് സ്വയം ഉത്തരനെ പരിചയപ്പെടുത്തി കൊടുത്തു. ഉത്തരൻ ഭയചകിതനായിരുന്നു. താൻ യുദ്ധം ചെയ്തു കൊള്ളാം, തേര് നിയന്ത്രിച്ചാൽ മതിയെന്ന് പറഞ്ഞു. ശമീവൃക്ഷത്തിലുള്ള പാണ്ഡവന്മാരുടെ ആയുധങ്ങൾ, ഗണ്ഡീപം മുതലായവ ഇറക്കി കൊണ്ടുവന്നു. അർജുനൻ ധ്യാനം കൊണ്ട് തൻ്റെ അസ്ത്രങ്ങളെ മുന്നിൽ വരുത്തി. സ്വരൂപികളായ അസ്ത്രങ്ങളെ കണ്ട് വണങ്ങി അഗ്നിദേവനെ ധ്യാനിച്ച് തൻ്റെ ദിവ്യരഥവും വരുത്തി അതിൽ കയറി ഉഗ്രമായ ശംഖനാദം ചെയ്തു. ആ ശംഖനാദം കൊണ്ട് ലോകം മുഴുവനും കിടുകിടെ വിറച്ചു. ഉത്തരനും ഭയചകിതനായി തേരിൽ വീണു. ദ്രോണർ പറഞ്ഞു, ഇദ്ദേഹത്തെ ജയിക്കാൻ സാധ്യമല്ല, ഇതാ എല്ലാ ദുർനിമിത്തങ്ങളും നമുക്കെതിരാണെന്ന് പറഞ്ഞു. അത് ഇഷ്ടപ്പെടാതെ കർണൻ തൻ്റെ ശക്തിയെക്കുറിച്ച് ആത്മപ്രശംസ ചെയ്യുകയും അർജുനനെ താൻ കൊന്നു വീഴ്ത്തുമെന്നും അർജുനൻ്റെ കൊടിയടയാളമായ ഹനുമാനെയും കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. ക്രുദ്ധനായിട്ട് കൃപര് അദ്ദേഹത്തെ അധിക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു, നീ ഒരു യുദ്ധമെങ്കിലും മുമ്പ് ഒറ്റയ്ക്ക് ജയിച്ചിട്ടുണ്ടോ? അർജുനൻ എല്ലാ യുദ്ധവും ഒറ്റക്കാണ് ജയിച്ചിട്ടുള്ളത്. നിനക്ക് എന്ത് കഴിയാൻ സാധിക്കും? അർജുനൻ്റെ മുന്നിൽ നീ ഒന്നുമല്ല എന്ന് കൃപര് അദ്ദേഹത്തിന് മറുപടിയായിട്ട് പറഞ്ഞു. തുടർന്ന് അശ്വത്ഥമാവ് ക്രുദ്ധനായിട്ട് തൻ്റെ അച്ഛനെ അധിക്ഷേപിച്ച ദ്രോണരെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്ക് യുദ്ധം ചെയ്യാം, ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്തു കൊള്ളാം എന്നാണ് കർണൻ വികഥനം ചെയ്തിരുന്നത്. ദ്രോണരോടുള്ള നിന്ദാവാക്യം മകനായ അശ്വത്ഥമാവ്, ഇപ്പോൾ അളിയനായ കൃപരാണ് ആദ്യം അതിനെ എതിർത്തത്. ദ്രോണരുടെ ഭാര്യ സഹോദരനാണ് കൃപര്, അശ്വത്ഥമാവിൻ്റെ അമ്മാവനാണ്. അശ്വത്ഥമാവ് തൻ്റെ അച്ഛനെ നിന്ദിച്ചതിൻ്റെ ആ ഒരു ക്രോധത്തോട് കൂടിയിട്ട് പറയുകയാണ്, അല്ലേ കർണ, ഇപ്പോഴും പശുക്കളെ നേടിയിട്ടില്ല, വിരാട രാജ്യത്തിൻ്റെ അതിർത്തി കടന്നിട്ടില്ല, ഹസ്തനാപുരത്തിലെത്തിയിട്ടുമില്ല, നിൻ്റെ വീരവാദങ്ങളൊക്കെ വ്യർത്ഥമാണ്. അനേക യുദ്ധങ്ങൾ ജയിച്ച് വിപുലമായ ധനം നേടിയ യോദ്ധാക്കൾ പോലും തൻ്റെ വീര്യത്തെക്കുറിച്ച് പൗരുഷത്തെക്കുറിച്ച് അഹങ്കാരം പറയാറില്ല. അഗ്നി ജ്വലിക്കുമ്പോൾ ഒന്നും സംസാരിക്കാറില്ല, മിണ്ടാതെയാണ്, മൗനിയായിട്ടാണ് അഗ്നി ജ്വലിക്കുന്നത്. മൗനിയായിട്ടാണ് സൂര്യൻ എന്നും ലോകത്തെ തപിപ്പിക്കുന്നത്. ഭൂമി ചരാചരങ്ങളെ വഹിച്ചുകൊണ്ടിരിക്കുന്നത് മൗനമാർന്നുകൊണ്ടാണ്. വീരപുരുഷന്മാർ, മഹാത്മാക്കൾ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ സ്വയം പുകഴ്ത്തിക്കൊണ്ട് നടക്കാറില്ല. പക്ഷെ നീ അതിന് വിപരീതമാണ്. ന്യായമായി ശാസ്ത്രദൃഷ്ടിയോട് കൂടിയിട്ട് രാജ്യം നേടിയ രാജാക്കന്മാർ പോലും ഗുണഹീനന്മാരാണെങ്കിൽ പോലും അവരുടെ ആചാര്യന്മാരെ, ഗുരുവിനെ ബഹുമാനിക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നിങ്ങൾ ന്യായമായിട്ടും ശാസ്ത്രദൃഷ്ടിയിലുമല്ല രാജ്യം നേടിയത്. ഗുണഹീനനായ ഗുരുവിനെ പോലും, ഇവിടെ ഗുണഹീനനായ ഗുരുവല്ല, എല്ലാ ഗുണങ്ങളും തികഞ്ഞ ഗുരുവിനെയാണ് നിങ്ങൾ നിന്ദിക്കുന്നത്. ഇത് നിനക്ക് ചേർന്നതല്ല, ഇത് ഏറ്റവും നികൃഷ്ടമാണ് നിങ്ങളുടെ ഈ രീതി എന്നർത്ഥം. ഇവിടെ നീ നേടിയ രാജ്യം യുദ്ധത്തിൽ ജയിച്ചതല്ല, കള്ളച്ചൂതിലാണ് നീ രാജ്യം നേടിയത്. എന്നെങ്കിലും നീയൊക്കെ ധനഞ്ജയനെ ദ്വൈരഥത്തിൽ ജയിച്ചിട്ടുണ്ടോ? കർണ, ഒരിക്കലും അർജുനനെ നീ ജയിച്ചിട്ടുണ്ടോ? പേടിച്ച് ഓടിയിട്ടല്ലേ ഉള്ളൂ. പോട്ടെ, അർജുനൻ പോട്ടെ, നകുലനെയോ സഹദേവനെയോ നീ ജയിച്ചിട്ടുണ്ടോ? ഒരിക്കലും ജയിച്ചിട്ടില്ല. യുധിഷ്ഠിരനെയും ജയിച്ചിട്ടില്ല, ഭീമനെയും ജയിച്ചിട്ടില്ല. നീയൊക്കെ ആ കൃഷ്ണയെ, പാഞ്ചാലിയെ ദാസിയാക്കി മാറ്റി സഭയിൽ വലിച്ചിഴച്ചില്ലേ? എന്തൊക്കെ അപരാധങ്ങൾ നിങ്ങൾ ചെയ്തു? വിതുരും മറ്റും നിങ്ങളെ ഉപദേശിച്ചില്ലേ? നിങ്ങൾ കേട്ടോ? ധാർത്തരാഷ്ട്രന്മാരുടെ നാശത്തിലാണ് അർജുനൻ്റെ ജനനം തന്നെ. അത് അറിവുള്ള ആളുകൾക്ക് അറിയാം, അവരത് പറഞ്ഞിട്ടുമുണ്ട്. നീ ഇപ്പോൾ വെറുതെ പണ്ഡിതനായി ചമഞ്ഞ് അർജുനന് നീയും സമനാണ് എന്ന് വീരവാദം മുഴക്കുകയാണ്. നിനക്ക് സാധിക്കില്ല. നീ അർജുനന് എത്രയോ താഴെയാണ്. ഇന്ദ്രനെയും അർജുനന് ജയിക്കാൻ സാധിക്കും. അവൻ വാസുദേവന് തുല്യനാണ്. അവൻ ആരാണ് പൂജിക്കാതിരിക്കുക? ഇന്ദ്രനെ പോലും തോൽപ്പിക്കാൻ സാധിക്കുന്ന കൃഷ്ണന് സമനായിട്ടുള്ള അർജുനനെ ആരാണ് പൂജിക്കാതിരിക്കുക? എല്ലാവരും പൂജിക്കും, നീ ഒഴിച്ച് എല്ലാവരും പൂജിക്കും. കാരണം ദേവന്മാരുടെ രീതിയിലും മനുഷ്യന്മാരോട് മനുഷ്യരുടെ രീതിയിലും ധർമ്മമനുസരിച്ച് യുദ്ധം ചെയ്യുന്ന അർജുനനെ ആരും ആദരിക്കും. ആർക്കും അർജുനനെ തള്ളി പറയാൻ സാധിക്കുകയില്ല. പിന്നെ ദ്രോണാചാര്യർ പറഞ്ഞ വാക്കുകളല്ലേ, അദ്ദേഹത്തോട് പ്രീതിയുണ്ടെന്ന് നീ പറഞ്ഞു. അത്ഭുതമില്ല, പ്രീതി ഉണ്ട്. എന്താ സംശയം? പുത്രാദനന്തരം ശിഷ്യ ഇതി ധർമ്മവിദോ വിദുഹു ഏതേനാവി നിമിത്തേന പ്രിയോ ദ്രോണസ്യ പാണ്ഡവ. പുത്രൻ കഴിഞ്ഞ്, സ്വന്തം മകൻ കഴിഞ്ഞാൽ ആർക്കും തൻ്റെ ശിഷ്യനാണ്
പരമപ്രധാനമായിട്ട് പ്രിയം. ഇത് ധർമ്മം അറിയുന്നവർക്ക് അറിയാം. ആ ഒരു കാരണം കൊണ്ടാണ് ദ്രോണർക്ക് അർജുനൻ ഏറ്റവും പ്രിയതമനായിട്ട് മാറിയത്. അദ്ദേഹത്തിന് ശിഷ്യനാണ്, മകൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അർജുനനാണ്. പക്ഷേ നീ കള്ളച്ചൂത് കളിച്ചിട്ടല്ലേ അവരെ തോൽപ്പിച്ചത്, അതാണോ നിൻ്റെ ശൗര്യം? ഇനിയിപ്പോൾ ഒരു കാര്യം ചെയ്യൂ, ആ കള്ളച്ചൂത് കളിക്കാൻ കാണിച്ച സാമർഥ്യമുണ്ടല്ലോ, ആ സാമർഥ്യം ഈ യുദ്ധത്തിൽ നീ കാണിച്ച് അർജുനനെ ജയിച്ച് കാണിക്കൂ. കൃഷ്ണയെ വലിച്ചിഴച്ച് അപമാനിക്കാൻ നിങ്ങളൊക്കെ കാണിച്ച ആ സാമർഥ്യമുണ്ടല്ലോ, ആ സാമർഥ്യം കള്ളച്ചൂതിൽ ജയിക്കാൻ വേണ്ടി ശകുനി, നിങ്ങളുടെ മാതുലൻ അമ്മാവൻ കാണിച്ച സാമർഥ്യം, ആ ശകുനി വന്ന് യുദ്ധം ചെയ്യട്ടെ, അർജുനനോട് യുദ്ധം ചെയ്തിട്ട് തോൽപ്പിക്കട്ടെ, കാണട്ടെ നിങ്ങളുടെ പൗരുഷം. നോക്കൂ, ഇത് ചൂതുകളിയല്ല കേട്ടോ, ഇത് അക്ഷകൈതവമല്ല. ചൂതുകളിൽ കൃതം, ദ്വാപരം, ത്രേതം മുതലായിട്ടുള്ള അക്ഷങ്ങൾ, കരുക്കളൊക്കെ ഉണ്ട്. ആ കരുക്കളൊക്കെ നീക്കിയിട്ട് സൂത്രം ഉപയോഗിച്ച് ഉപായം കൊണ്ട് ജയിക്കാൻ സാധിക്കും. പക്ഷേ ഇവിടെ അക്ഷങ്ങളെ കൊണ്ടല്ല നിങ്ങളുടെ കളി ഗാണ്ഡീവത്തോടാണ് നിങ്ങളുടെ കളി എന്ന് ആലോചിക്കണം. ആ ഗാണ്ഡീവം സാധാരണ വില്ലല്ല. ബ്രഹ്മാവും ഇന്ദ്രനും പ്രജാപതിയും സോമനും വരുണനും ഒക്കെ എടുത്ത് യുദ്ധം ചെയ്ത ആ ദിവ്യമായ ആ വില്ലിനോടാണ് യുദ്ധം. ആ വില്ലിനെ കൊണ്ടാണ് അർജുനൻ വരുന്നത്. നേരിടാൻ പറ്റുമോ നിനക്കൊക്കെ? നോക്കൂ, അന്തകൻ, അഗ്നി, കാറ്റ്, മരണം, ഈ 4 പേര് പോലും എന്തെങ്കിലും കുറച്ച് ബാക്കി വെക്കും. അന്തകൻ നമ്മളെ കൊന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഇവിടെ ബാക്കിയാക്കും. മരണം കുറച്ചെന്തെങ്കിലും ഇവിടെ ബാക്കി വെക്കും, നമ്മുടെ ശരീരം ഇവിടെ ബാക്കി വെച്ചിട്ടാണ് മരണം നമ്മളെ വിഴുങ്ങുക. അഗ്നിയും കാറ്റും അങ്ങനെയാണ്, മുഴുവൻ അടിച്ചു വാരി കൊണ്ടുപോവില്ല, മുഴുവൻ കത്തിച്ച് കളയില്ല, കുറച്ച് ബാക്കി വെക്കും. പക്ഷെ അർജുനൻ യുദ്ധം ചെയ്യാൻ തുടങ്ങിയാൽ ഒന്നും ബാക്കി വെക്കില്ല. നിന്നെയും ബാക്കി വെക്കില്ല, എന്നെയും ബാക്കി വെക്കില്ല കേട്ടോ. അതുകൊണ്ട് അർജുനോട് കളിക്കുമ്പോൾ വളരെ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ദ്രോണാചാര്യനെ ഒന്നിനും കൊള്ളില്ല എന്ന് നീ പറഞ്ഞു എങ്കിൽ എന്നെയും ഒന്നിനും കൊള്ളില്ല, ഞാൻ ദ്രോണൻ്റെ മകനാണ്, കൃപാചാര്യർ. ഞങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ മാറി നിൽക്കാം, നിങ്ങൾ യുദ്ധം ചെയ്തോളൂ, അർജുനോട് യുദ്ധം ചെയ്തോളൂ. ഞങ്ങൾ വേണമെങ്കിൽ മത്സ്യരാജാവിനോടോ മറ്റോ മറുഭാഗത്ത് ചെയ്ത് യുദ്ധം ചെയ്തോളാം, ഞങ്ങൾ ഈ യുദ്ധത്തിൽ പങ്കെടുക്കുന്നില്ല, നീ കർണൻ്റെ നേതൃത്വത്തിൽ യുദ്ധം ചെയ്തോളൂ എന്ന് പറഞ്ഞ് യുദ്ധത്തിൽ നിന്ന് മാറി നിൽക്കാൻ വേണ്ടിയിട്ട്. നോക്കൂ, യുദ്ധം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഈ അധർമ്മം ചെയ്യുന്ന ആളുകൾക്ക് എന്നും എന്താണ് പരസ്പര സംശയം, പരസ്പര വിശ്വാസമില്ലായ്മയും, അവർക്ക് അവനവൻ്റെ ശക്തിയിൽ വിശ്വാസമില്ല, കൂടെയുള്ളവരെ വിശ്വാസമില്ല, കൂടെയുള്ളവരെ അവർക്ക് സ്നേഹമില്ല, വിശ്വാസമില്ല, അവർ തള്ളിപ്പറയുന്നു, അവനവൻ്റെ വീര്യത്തെക്കുറിച്ച് പറയുന്നു. ഇവരവർക്ക് പരസ്പരം തമ്മിലടി ഉണ്ടാകുന്നു. ഇത് എല്ലാ കാലത്തും ഉണ്ട്. രാഷ്ട്രീയത്തിൽ നമുക്കങ്ങനെ കാണാൻ സാധിക്കുന്നു. സത്യത്തിൻ്റെ ധർമ്മത്തിൻ്റെ മാർഗ്ഗത്തിൽ സഞ്ചരിക്കുന്ന ആളുകൾക്ക് യാതൊരു സംശയം ഉണ്ടാവില്ല, ആശയക്കുഴപ്പമില്ല. അവരുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിലകൊള്ളുമ്പോൾ പ്രത്യേകിച്ചൊരു ആദർശബോധം ഇല്ലാത്ത ആളുകൾ എന്തു ചെയ്യും? പരസ്പരം കുറ്റപ്പെടുത്തി, പരസ്പരം കാലുവാരി, പരസ്പരം കുതികാല് വെട്ടി, അങ്ങനെ പലതരത്തിലുള്ള നികൃഷ്ടമായ മാർഗങ്ങളിലൂടെ അവനവൻ വലിയ ആളാകാൻ നോക്കും. ഇതാണ് ഇവിടെ കാണുന്നത്. ഇത് യുദ്ധത്തിൽ, ഈ കുരുക്ഷേത്ര യുദ്ധത്തിൽ നമുക്ക് ഈ കൗരവ സൈന്യത്തിൽ പരസ്പരം ഐക്യമില്ലായ്മ കാണാൻ സാധിക്കും. പാണ്ഡവന്മാർ ഏകമനസ്സായിട്ട് കൃഷ്ണൻ്റെ മുന്നിൽ അണിനിരക്കുന്നതായിട്ടും കാണാൻ സാധിക്കും. ആ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ഒരു മിനിയേച്ചറാണ്, അതിൻ്റെ ഒരു ചെറിയ ഒരു റിഹേഴ്സലാണ് ഈ ഗോഹരണത്തിൽ നടക്കുന്ന യുദ്ധം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒടുവിൽ ഭീഷ്മർ ഒത്തുതീർപ്പിന് വരികയാണ്. ഭീഷ്മരാണ് അവരെ ഒരുമിച്ച് നിർത്താൻ വേണ്ടി പറഞ്ഞു. ആദ്യം ദുര്യോധനൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുകയാണ്. കാലമായോ, 13 വർഷം കഴിഞ്ഞോ എന്നാണ്. അദ്ദേഹം പറയുന്നു, കല, കാഷ്ഠ, മുഹൂർത്തം, ദിവസം, മാസം, പക്ഷം, നക്ഷത്രം, ഗ്രഹങ്ങൾ, ഋതു, സംവത്സരം, ഈ സാധനങ്ങളെ കൊണ്ടാണ് നമ്മൾ കാലത്തെ അളക്കുന്നത്. അല്ലെങ്കിൽ ഈ വിഭാഗങ്ങളായിട്ടാണ് കാലചക്രം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവയുടെ ഏറ്റക്കുറച്ചിൽ കൊണ്ടും ഗ്രഹങ്ങളുടെ വ്യതിക്രമങ്ങൾ, ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് കൃത്യമായ സമയം കൊണ്ടല്ല, 365 ദിവസമല്ല ഭൂമിക്ക് കറങ്ങാൻ, ഭൂമിക്ക് സൂര്യനെ ചുറ്റാൻ വേണ്ടി അല്പം കൂടുതൽ വേണം. അതുകൊണ്ട് തന്നെ അത് ഈ എല്ലാ സമയം കൃത്യമായിട്ട് വരില്ല. ഭൂമിയുടെ ആകൃതി കൊണ്ടും സഞ്ചാര ദിശ കൊണ്ടും ചന്ദ്രൻ്റെയും സൂര്യൻ്റെയും ചലനം കൊണ്ടും ഗ്രഹങ്ങളുടെ ചലനമൊക്കെ കൃത്യമായി ഇത്ര സമയം കൊണ്ട് എന്ന് പറയാൻ സാധിക്കില്ല. അല്പം ഒരു കൃത്യത വിട്ടിട്ടാണ്, വ്യതിക്രമം ചെയ്തിട്ടാണ് ഈ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓരോ 5 വർഷത്തിലും ഈ 2 അധിമാസങ്ങൾ വന്നു ചേരും. സാധാരണ നമുക്കുണ്ടല്ലോ ഈ ഫെബ്രുവരി മാസം 28 ദിവസം, 4 വർഷം കഴിയുമ്പോൾ അതിന് 21 ദിവസം കൂടും. അതുപോലെ 2 അധിമാസങ്ങൾ, 5 വർഷത്തിൽ 2 അധിമാസങ്ങൾ വരും എന്നാണ് ഭീഷ്മർ പറയുന്നത്. അതിൻ്റെ കണക്കെന്താണെന്ന് വെച്ചാൽ ചന്ദ്രവർഷം, അതുപോലെ സൂര്യവർഷം. ചന്ദ്രവർഷം എന്ന് പറയുന്നത് ഈ വാവിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുണ്ടാകുന്ന വർഷമാണ്. അത് 354 ദിവസങ്ങളാണ് ഒരു വർഷം.
സൂര്യവർഷത്തിലാണെങ്കിൽ 365 വർഷം 12 നാഴിക ചില്ലറ വിനാഴികകളും ചേർന്ന 365 എന്നൊക്കെ നമ്മൾ പറയും ഏകദേശം. അപ്പോൾ ഇങ്ങനെ ഈ ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 9 ദിവസങ്ങൾ വ്യത്യാസം വരികയും 5 വർഷം കഴിയുമ്പോൾ അത് 56 ദിവസം, 56 ഏകദേശം 60 ഇടയിലുള്ള ദിവസങ്ങൾ ആണ് അധികം വരിക സൂര്യ വർഷത്തിൽ. അതാണ് അധിമാസം എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 2 മാസം. ഇങ്ങനെ 13 വർഷം കഴിയുമ്പോഴേക്ക് എത്ര ദിവസങ്ങൾ കൂടുതലാകും? അത്രയും ദിവസം കൂടുതൽ വരും. അത് കണക്ക് കൂട്ടിയിട്ട് ഭീഷ്മർ പറയുകയാണ്, ജ്യോതിഷജ്ഞാനിയായിട്ട് ഭീഷ്മർ പറഞ്ഞു, ഇപ്പോൾ പാണ്ഡവന്മാർ ചൂതുകളിയിൽ തോറ്റ് കാട് കയറിയിട്ട് 13 വർഷം കഴിഞ്ഞ് 5 മാസവും 12 ദിവസവും പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനിയിപ്പോൾ ഒരു കണക്കും ഇനി ദുര്യോധനൻ്റെ വായടപ്പിക്കുന്ന ഒരു മറുപടിയാണ് പറഞ്ഞത്. നമുക്ക് ദുര്യോധന, ഈ ധർമ്മപുത്രരും അർജുനനും ഭീമനൊന്നും ധർമ്മത്തെ വിട്ട് അവർ ധർമാർത്ഥ കൗവിദന്മാരാണ്, മഹാത്മാക്കളാണ് അവർ. ധർമ്മത്തെ വിട്ട് അവർ പെരുമാറുകയില്ല, അപരാധം ചെയ്യുകയില്ല, അഥവാ ചെയ്യേണ്ടി മരിച്ചാൽ പോലും കള്ളം പറയാത്തവരാണ് അവർ. അതുകൊണ്ട് അവർ കണക്ക് നോക്കാതെ കാലത്തിൻ്റെ ഘടന ചെയ്യാതെ അവർ നമ്മുടെ മുന്നിൽ വന്ന് യുദ്ധം ചെയ്യുകയില്ല. അതുകൊണ്ട് അവർ യുദ്ധം ചെയ്യാൻ വരും, നമ്മൾ അവരെ ഒറ്റക്കെട്ടായി നേരിടുക, അത് മാത്രമേ ഇനി വഴിയുള്ളൂ. യുദ്ധത്തിൽ ഒരു ഭാഗം ജയിക്കും, മറുഭാഗം തോൽക്കും. അത് ആര് ജയിക്കും ആര് തോൽക്കും എന്നുള്ളത് കാലം തെളിയിക്കേണ്ടതാണ്, നമ്മൾ സ്വയം തീരുമാനിക്കേണ്ടതല്ല. സംപ്രാപ്തശ്ച ധനഞ്ജയ, ഭീഷ്മർ സംസാരിക്കുമ്പോൾ ആവർത്തിച്ച് പറഞ്ഞൊരു വാക്യമാണ് സംപ്രാപ്തശ്ച ധനഞ്ജയ എന്ന് വെച്ചാൽ, അർജുനൻ ഇതാ വന്നു ചേർന്ന് കഴിഞ്ഞു, ശത്രുവായ അർജുനൻ ഇതാ അടുത്തെത്തി കഴിഞ്ഞു. ഇനി നമ്മൾ പരസ്പരം കലഹിച്ചുകൊണ്ടിരുന്നാൽ നമ്മുടെ തലയും എടുത്തുകൊണ്ട് അവൻ പോകും. ധനഞ്ജയൻ വന്നു ചേർന്നു, ഇനി ചിന്തിക്കാൻ സമയമില്ല, യുദ്ധത്തിൽ പിന്തിരിഞ്ഞാലും അവൻ നമ്മളെ കൈകാര്യം ചെയ്തിട്ടേ പോവുകയുള്ളൂ. അതുകൊണ്ട് യുദ്ധം ചെയ്യുക തന്നെ. ഒറ്റ ചോദ്യം ഞാൻ നിന്നോട് ചോദിക്കാം, ഇപ്പോൾ അല്ലയോ ദുര്യോധന, നീ സന്ധി ചെയ്യാൻ തയ്യാറാണോ പാണ്ഡവരോട്? അവസാന ചോദ്യമാണ്. ദുര്യോധനൻ പറഞ്ഞു, ഞാൻ രാജ്യം നൽകില്ല പിതാമഹ. യുദ്ധത്തിൻ്റെ കാര്യം അങ്ങ് തീരുമാനിച്ചിട്ട് പറയൂ, രാജ്യം നൽകുന്ന കാര്യം എന്നോട് പറയണ്ട. ഭീഷ്മർ പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാമെങ്കിൽ സേനയെ 4 ഭാഗമാക്കുക. ഒരു ഭാഗം, കാൽഭാഗം ഹസ്തനപുരിയിലേക്ക് തിരിച്ചു പോവുക, ഹസ്തനപുരി രക്ഷിക്കണം. വേറെ ആരെങ്കിലും വന്ന് ആക്രമിച്ചാലോ? കാൽഭാഗം ഗോക്കളെ തെളിച്ചുകൊണ്ട് കൊണ്ടുപോവുക. ബാക്കി അരഭാഗം, പകുതി ഭാഗം വരുന്ന സൈന്യവുമായിട്ട് നമുക്ക് അർജുനനെ നേരിടാം. അതാണ് ബുദ്ധി. ഒരു കാര്യം ചെയ്യും, ഞാൻ സമുദ്രത്തിലെ വേലിയേറ്റം പോലെ നിങ്ങൾ ഈ സൈന്യത്തിന് കാവലാളായിട്ട് ഞാനുണ്ടാകും, ധൈര്യമായിട്ട് യുദ്ധം ചെയ്യൂ. ആചാര്യൻ ഈ സൈന്യത്തിൻ്റെ മധ്യത്തിൽ നിൽക്കട്ടെ, അശ്വത്ഥമാവ് ഇടതുഭാഗത്തും കൃപാചാര്യർ വലതുഭാഗത്തും നിൽക്കട്ടെ, സൂതപുത്രൻ മുന്നിൽ നിൽക്കട്ടെ. സൂതപുത്രനാണല്ലോ ജയിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നത്. ഭീഷ്മർ എപ്പോഴും കർണനെ സൂതപുത്രൻ എന്നേ വിളിക്കാറുള്ളൂ. കൃപരും അശ്വത്ഥാമാവും വിതുരരും ധൃതരാഷ്ട്രരും ഒക്കെ തന്നെ ഇദ്ദേഹത്തെ സൂതപുത്രൻ എന്ന് തന്നെയാണ് വിളിക്കാറുള്ളത്. സൂതപുത്രൻ എന്ന് വിളിക്കുന്നത് ഒരു ജാതി പേരൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ നാട്ടുകാർ വിളിച്ചിരുന്ന പേരാണ് സൂതപുത്രൻ. അതിൽ കർണന് ഒരു പരാതി ഉണ്ടായിരുന്നില്ല. അത് പലതവണ ഞാൻ ഇവിടെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഭീഷ്മാചാര്യർ 3 തരം വ്യൂഹങ്ങളെ ചമച്ചു. വജ്രഗർഭം, വ്രീഹിമുഖം, അർദ്ധചക്രാന്ത മണ്ഡലം. ഈ 3 കാരണം ഭീഷ്മരുടെ ഉള്ളിലും ഭയമുണ്ട്, അർജുനനെ നേരിടണമെങ്കിൽ ചില്ലറക്കാരനല്ല അയാൾ. വജ്രഗർഭം എന്ന് പറയുന്ന ഒരു വ്യൂഹം, വ്രീഹി എന്ന് പറയുന്ന ഒരു ധന്യമാണ്. ആ വ്രീഹിമുഖം എന്ന് പറയുന്ന ഒരു വ്യൂഹം, അർദ്ധചക്രാന്ത മണ്ഡലം എന്ന് പറയുന്ന ഒരു വ്യൂഹം. 3 വ്യൂഹങ്ങൾ ചമച്ചുകൊണ്ട് യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കൗരവപ്പട തയ്യാറായിട്ട് നിൽക്കുകയാണ്. മറുഭാഗത്ത് അർജുനൻ ഒറ്റക്ക്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഗാണ്ഡീവവും അഗ്നിരഥവും ആ ഉത്തരൻ എന്ന് പറയുന്ന സാരഥിയും മാത്രമേ ഉള്ളൂ. പക്ഷേ അദ്ദേഹത്തിന് ഈശ്വരങ്കിലുള്ള ആ വിശ്വാസം, ബുദ്ധി, ശ്രദ്ധ, തൻ്റെ സ്വന്തം ശക്തിയിലുള്ള ഉയർന്ന ആത്മവിശ്വാസം, തൻ്റെ കൂടെ സാക്ഷാത് ശ്രീകൃഷ്ണ ഭഗവാനും ശ്രീപരമേശ്വരനും സകല ദേവന്മാരും തൻ്റെ ഗുരുവായ ദ്രോണാചാര്യനും തനിക്ക് സഹായമുണ്ട് എന്നുള്ള ആത്മവിശ്വാസവും കൊണ്ട് ഈ വലിയ കൗരവപ്പട നേരിടാൻ ഒറ്റയ്ക്ക് വരുന്ന അർജുനൻ്റെ പൗരുഷവും സാമർഥ്യവുമാണ് നമ്മൾ കാണുന്നത്. ആ യുദ്ധത്തിൻ്റെ പ്രാരംഭം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് തുടർന്ന് കാണാം.